ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ചീമേനിക്കടുത്ത് പോത്താങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചിട്ട്. അതിമനോഹരമായ ഈ സ്ഥലം എല്ലാവരും വന്ന് കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഇവിടെ ഒരു കുളമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ കുളത്തെക്കുറിച്ച് പല ആളുകളും ചോദിക്കുന്നുണ്ട്. വീഡിയോയിൽ ഇവിടെയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയില്ലല്ലോ എന്ന ചോദ്യവും വന്നിരുന്നു. ടൊവിനോയുടെ ഒരു മനോഹരമായ ചിത്രം ഇവിടെ ചിത്രീകരണം നടന്നിരുന്നു. അന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് രഞ്ജിത്ത് എന്നെ ഈ സെറ്റിൽ കയറ്റുവാനും ആ ഷൂട്ടിങ് മൊത്തം കാണിച്ചു തരികയും ചെയ്തിരുന്നു. അന്നത്തെ നിർമ്മിതികളിൽ പലതും ഷൂട്ടിങ്ങിന് വേണ്ടി സിനിമാക്കാർ നിർമ്മിച്ച നിർമ്മിതികളിൽ പലതും പൊളിച്ചു മാറ്റി കൊണ്ടുപോയി. അതിൻ്റെ അവശിഷ്ടങ്ങൾ പലതും ഇന്നും ഇവിടെയുണ്ട്. അതിലൊന്നാണ് ഈ കുളം. അന്ന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നിർമ്മിച്ച കുളമാണിത്. ഇത് ഇവിടെ അടുത്തുള്ള നാട്ടുകാരുടെ താല്പര്യപ്രകാരം അവർ ആവശ്യപ്പെട്ടത് പ്രകാരം ഇത് മൂടാതെ പോയി. ഒരാൾ അല്ലെങ്കിൽ ഒന്നരയാൾ താഴ്ചയിൽ മാത്രമാണ് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് ചുറ്റും പടവുകൾ കൃത്യമായി കൊത്തി റെഡിയാക്കിയിട്ടാണ് ഈ കുളം മനോഹരമായി നിർമ്മിച്ചത്. അന്ന് ടൊവിനോ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു തീപിടുത്തമുണ്ടായി. അന്ന് അഗ്നിരക്ഷാ സേനയ്ക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതും ഈ കുളം തന്നെയാണ്. അന്ന് വെള്ളത്തിന് വേണ്ടി അവർ അലയുമ്പോൾ ഈ കുളം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അവർക്ക് വളരെ ഈസിയായി ആ തീ അണയ്ക്കാൻ സാധിച്ചു. ഇത്രയും കാര്യങ്ങൾ എനിക്കെങ്ങനെ കിട്ടിയെന്നായിരിക്കും. അന്ന് എന്നെ ഈ സെറ്റിൽ കയറ്റിയ രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രിയ സുഹൃത്ത് ഇന്ന് എന്നെ വിളിച്ചിട്ട് ആ കുളത്തെക്കുറിച്ചിട്ടും അവിടെയുള്ള കാഴ്ചകളും ഒന്ന് കാണിച്ചു കൊടുക്കൂ എന്നും കൂടി ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ കുളത്തിനെ കുറിച്ചുള്ള കഥയും അവൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അന്വേഷിക്കുകയും കണ്ടെത്തും എന്നല്ലേ, ഞാൻ അന്വേഷിച്ചു കണ്ടെത്തി. അതുകൂടാതെ എൻ്റെ വീഡിയോ പലരും കണ്ടു. ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ വരെ ഈ വീഡിയോ എത്തി. ആ വീഡിയോ എത്തിയത് പ്രകാരം എനിക്ക് കുറേ അറിവുകൾ എനിക്ക് കിട്ടുകയും ഇതുപോലുള്ള നല്ല സ്ഥലങ്ങളുടെ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും എനിക്ക് സഹായകരമായി. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ഇവിടെയുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ മനോഹരമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ചെറിയ സാഹചര്യത്തിൽ നിന്നുമാണ് വീഡിയോകൾ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് സമയം ഇതിനായി ചിലവഴിക്കാനുമില്ല. നിസ്സാര സമയം കൊണ്ട് നിസ്സാരമായിട്ട് ചിത്രീകരിക്കുന്ന ചില വീഡിയോകളാണ്. കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.